പറയേണ്ടതുപോലെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഓൻ നരകത്തിൽ പോകൂല. ഈ വർത്താനം മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്നാ ഞാൻ എല്ലാവരോടും അത് പറയട്ടെ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു പറയാൻ ആയിട്ടില്ല, പറയാനയച്ചില്ല. മുസ്തഫായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് എല്ലാവരോടും പറഞ്ഞത്. പറയേണ്ട മാതിരി ചെല്ലണ്ട മാതിരി ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇഹ്യയിൽ പറയുന്ന ഒരു ഹദീസ്, ഇദാ സക്കറ അല്ലാഹ ഖലസ, ഒരാൾ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ അവൻ രക്ഷപ്പെട്ടു എന്ന ഒരു ഹദീസ്. ഇദാ സക്കറ അല്ലാഹ്, അല്ലാഹ് എന്ന് ഒരാൾ ഓർത്താൽ എന്നതിനർത്ഥമുണ്ട്. അള്ളാഹുവിന് ഒരു മനുഷ്യന് ഓർമ്മ വന്നാൽ എന്നർത്ഥമുണ്ട്. ഇദാ സക്കറ അല്ലാഹ്, അല്ലാഹ് എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ഖലസ, അവൻ രക്ഷപ്പെട്ടു. ഇമാം അബൂ ഹാമിദ് റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും വിമർശിച്ച ഒരാളുണ്ടായിരുന്നു, ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഒരാൾ. എന്നാൽ ഈ ഹദീസിൻ്റെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ തോന്നണില്ല, എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഹദീസ് എന്ന് പറഞ്ഞു. ഇദാ സക്കറ അല്ലാഹ് ഖലസ്, ഖലസ് അല്ലാഹ് എന്ന് പറഞ്ഞവൻ കൈച്ചിലായി, അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയവൻ രക്ഷപ്പെട്ടു എന്ന ഹദീസ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പലപ്പോഴും പല വിമർശനങ്ങൾക്കും വിധേയമായി. ഇഹ്യാ ഉലൂമുദ്ദീൻ വരെ വിമർശനങ്ങൾക്ക് വിധേയമായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, പടച്ചോനെ ആരും വിമർശിക്കാത്ത ഒരു കിതാബ് എഴുതാനുള്ള തൗഫീക്ക് തരണേ എന്ന് പറഞ്ഞു. എന്ത് കാര്യം ചെയ്താലും ആരെങ്കിലും ഒരാൾ അതിനെതിരുണ്ടാവുമല്ലോ, എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലുമായിട്ട് പറയാനുണ്ടാവും. അപ്പോൾ ഗസാലി ഇമാം ദോർന്ന്, പടച്ചോനെ ആർക്കും ആക്ഷേപമില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും വിമർശനമില്ലാത്ത ഒരു കിതാബ് എഴുതാനുള്ള തൗഫീക്ക് തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ കൻസുൽ ആബിദീൻ എന്ന് പറയുന്നൊരു കിതാബ് എഴുതി. അതിനുശേഷം ഈ ദുആ കഴിഞ്ഞിട്ട് എഴുതി കൻസുൽ ആബിദീൻ. അതിൽ കുറച്ച് മുഖദ്ദിമ പറഞ്ഞു, പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആദ്യത്തെ അധ്യായമായി മഹാനവറുകൾ കൊണ്ടുവന്നത് ഇൽമിൻ്റെ ഫളായിലുകളാണ്. ഇൽമിൻ്റെ ഫളീലത്ത്, വിവരം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിവരം, വിജ്ഞാനം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കിതാബ് മഹാനവറുകൾ അവസാനിപ്പിക്കുന്നത് തൗബയുടെ ഫളായിലുകൾ പറഞ്ഞുകൊണ്ടാണ്. ഇൽമിനെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു, തൗബയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇൽമുള്ളവനെ അബദ്ധം പറ്റിയെന്ന് തോന്നുള്ളൂ, ഇൽമില്ലാത്തവന് അബദ്ധം പറ്റിയെന്ന് തോന്നൂല. ആദം വല്ലിപ്പാൻ്റെ ഏറ്റവും വലിയ ഗുണം അബദ്ധം പറ്റിയെന്ന് തോന്നിയതാണ്. അബദ്ധം പറ്റിയെന്ന് തോന്നിയതാണ്. മുസ്തഫായ നബി തങ്ങൾക്ക് മിഅ്റാജുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ മിഅ്റാജിനെ പറ്റി പറയുന്ന സൂറത്ത് ഇസ്രാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അസ്റ, അവൻ രാത്രി കൊണ്ടുപോയി, ബി അബ്ദിഹി, അവൻ്റെ അടിമയെ, മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥലത്ത് സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അസ്റ, രാത്രി കൊണ്ടുപോയി, ബി അബ്ദിഹി, തൻ്റെ അടിമയെ എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ മുഹമ്മദ് എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
റസൂൽ എന്ന വാക്കും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നബി എന്ന വാക്കും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥലത്ത് അബ്ദ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്, അടിമ എന്ന വാക്ക്. അടിമ എന്ന ചിന്തയാണ് ഏറ്റവും വലിയ ചിന്ത. ഒരു മനുഷ്യൻ്റെ ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിന് കൊണ്ടുപോകാനുണ്ടായ കാരണം എന്നാണ്. ഞാൻ അടിമയാണ് എന്ന ചിന്തയാണ്. സയ്യിദുന ആദം നബി അലൈഹി സ്വലാം മുതൽ അമ്പിയാക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അത് എന്നാണ്. സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹി സ്വലാം പരിശുദ്ധ ഖുർആനിലെ വലക്കത് കറംന ബനി ആദമ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ മനുഷ്യൻ എന്നതിന് ഖുർആനിൽ വേറെ വാക്കുണ്ട്. മനുഷ്യൻ എന്നുള്ളതിന് നാസ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻസാൻ എന്ന വാക്കുണ്ട്. ഇൻസാൻ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹ്ർ, സൂറത്തുൽ ഇൻസാൻ. അപ്പം മനുഷ്യൻ എന്നതിൻ്റെ വാക്ക് ഖുർആനിൽ വേറെ തന്നെ ഉണ്ടായിരിക്കെ മനുഷ്യനെ ബഹുമാനിച്ചു എന്ന് പറയാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ച വാക്ക് ആദമിൻ്റെ മോൻ എന്നാണ്. വലക്കത് കറംന ബനി ആദമ, ആദമിൻ്റെ മകനെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അപ്പം അതിന് നമുക്കൊരു കാര്യം കിട്ടും, മനുഷ്യനായത് കൊണ്ടല്ല ബഹുമാനം ഉണ്ടായത്, ആദമിൻ്റെ മകനായതുകൊണ്ടാണ്. എന്നാൽ ആദമിൻ്റെ മകനല്ലാത്തൊരു മനുഷ്യനും ഇല്ലല്ലോ, പിന്നെന്തിനെങ്ങനെ പറയണേ? പിന്നെ പന്ത അങ്ങനെ പറയേണ്ട ആവശ്യം? ഈ മനുഷ്യന്മാർക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. മനുഷ്യൻ നന്നായാൽ മലക്കിൻ്റെയും മേലെ പോവും, മനുഷ്യൻ കേട് വന്നാൽ മൃഗത്തിൻ്റെയും താഴെ പോകും. മനുഷ്യൻ നന്നായാലും മലക്കിൻ്റെ മേലെയാണ്. മിഅ്റാജ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മിഅ്റാജിൻ്റെ രാത്രി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ പോയിട്ട് ബഹറുൻ നൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. ബഹറുൻ നൂർ ഒരു പ്രകാശത്തിൻ്റെ വലിയ ഒരു കടൽ. വായുസ്താവ് വരുന്നുണ്ട്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇരിക്കുക എല്ലാവരും. മനുഷ്യൻ നന്നായാൽ മലക്കിൻ്റെ മേലെ പോവും, മനുഷ്യൻ കേടെന്നാൽ മൃഗത്തിൻ്റെ താഴെയും പോവും. മലക്കിൻ്റെ മേലെ പോയതിൻ്റെ ഉദാഹരണമാണ് മിഅ്റാജ്. ബഹറുൻ നൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, എല്ലായിടത്തേക്കും പോകാൻ അധികാരമുള്ള മലക്കാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നാൽ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, ഇനി ഇവിടുന്നാണ് പോരാ, എനിക്ക് അനുമതിയില്ല, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു പോയി. മൃഗത്തിൻ്റെ താഴെ പോകും എന്നതിൻ്റെ തെളിവാണ് ഉലായിക കൽ അൻആമി ബൽഹും അളൽ എന്ന ആയത്ത്. ഉലായിക അവർ, കൽ അൻആമി മൃഗത്തെ പോലെയാണ്, ബൽ അല്ല, ഹും അവർ, അളല്ലു അതിനേക്കാൾ താഴെയാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ ഞാനീ പറയണേ. അതായത് മനുഷ്യൻ കേട് വന്നാൽ മൃഗത്തെ പോലെയാണ് എന്ന് പറഞ്ഞു ആദ്യം. എന്നിട്ട് മൃഗത്തെപ്പോലെ അല്ല, അതിൻ്റെ താഴെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിൻ്റെ മാതിരിയാണെന്ന് പറഞ്ഞില്ല. ശരിക്കും അങ്ങനെ വേണമല്ലോ. മൃഗത്തെപ്പോലെ അല്ല എന്ന് പറഞ്ഞു, എന്നാ പിന്നെ എന്തിൻ്റെ മാതിരിയാന്ന് പറയണ്ടേ? പറയണല്ലോ. മൃഗത്തെ പോലെയാണ് അല്ല, അതിനേക്കാൾ താഴെയാണ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മാതിരി എന്ന് പറയണ്ടേ? അങ്ങനെ പറയാൻ പറ്റിയൊരു സാധനമില്ല. കാരണം എന്താ? ഏറ്റവും താഴെ ഓൻ തന്നെയാണ്. അതേമാതിരി വേറൊരു സാധനം ഉണ്ടെങ്കിലല്ലേ എന്നെ മാതിരിയാന്ന് പറയാൻ പറ്റുള്ളൂ. മനുഷ്യൻ താഴെ പോയാൽ പിന്നെ ഓനേക്കാളും താഴെ പോയ വേറൊരു സാധനം ഉണ്ടാവില്ല. അതന്നെ ഓൻ തന്നെയാണ് ഏറ്റവും താഴെ. മനുഷ്യൻ മേലെ പോയാലോ അവൻ തന്നെയാണ് ഏറ്റവും മേലെ. അപ്പോൾ മലക്കിൻ്റെ മുകളിൽ പോവാനും കഴിയും, മൃഗത്തിൻ്റെ താഴെ പോവാനും കഴിയും. നന്നായാൽ മലക്കിൻ്റെ മേലെയും കേടുവന്നാൽ മൃഗത്തിൻ്റെ താഴെയും പോവും. ഇതൊക്കെ ഒരു ചെറിയൊരു നൂൽപ്പാലാണ്. ചെറിയൊരു നൂൽപ്പാലത്തിൻ്റെ മേലെയാണ് പരിപാടി. ഒരാൾ നന്നാവാനും വലിയ പണിയൊന്നുമില്ല, ഒരാൾ കേടുവരാനും അത്രയും പണിയില്ല.
നന്നാവാൻ വലിയ പണിയില്ല. നന്നാവാൻ ഒരു തീരുമാനമേ വേണ്ടുള്ളൂ. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവൻ്റെ ജീവിതം മാറും. ഞാൻ നേരാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചു, അങ്ങനെ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ മാറും. ഇതേപോലെ തന്നെ കേടുവരാനും, ഞാൻ കേടുവരാൻ തീരുമാനിച്ചു എന്നൊരാളും തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവൻ്റെ ജീവിതം മാറും. അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തെ നന്നാക്കിയെടുക്കുക. ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത ഉണ്ടാകുക. ചെറിയ കാര്യങ്ങൾക്ക് വലിയ പുണ്യം നൽകപ്പെട്ടിട്ടുണ്ട്, വലിയ പുണ്യം പറയപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ എപ്പോഴും കൂടെ ഉണ്ടാകുക. എന്ത് കാര്യവും ബസ്സിന് പൈസ കൊടുക്കുമ്പോഴും ബിസ്മില്ലി കൊടുത്താൽ എന്താപ്പം നഷ്ടം? ബസ്സിന് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു ബിസ്മില്ലി കൊടുക്കുക. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കുമ്പോൾ ഒരു ബിസ്മില്ലി കൊടുക്കുക. സാധനം നമ്മളൊരു ബിസ്മില്ലിട്ട് വാങ്ങുക. വലത്തേതുകൊണ്ട് കൊടുക്കുക, വലത്തേതുകൊണ്ട് വാങ്ങുക, വലത്തേതുകൊണ്ട് ഭക്ഷണം കഴിക്കുക, വലത്തേതുകൊണ്ട് വെള്ളം കുടിക്കുക. ഇടത്തെ കൈ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വലത്തേത്. ഇടത്തേത് വേണ്ടോടത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വലത്തേത്. എല്ലാ കാര്യങ്ങളും ബിസ്മില്ലിട്ട് ചെയ്യാം. വസ്ത്രം ധരിക്കുമ്പോഴും ശരിക്കും ഈ വസ്ത്രം ധരിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും തുടക്കത്തിലാണ് ബിസ്മില്ല ഉണ്ടായത്. വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല എന്നുള്ളിടത്ത് നമ്മൾ പ്രധാനമായും ചെയ്യാറുള്ളത് തുണി എടുക്കുമ്പോൾ ബിസ്മില്ലോ. പക്ഷേ അധികവും ആദ്യം ധരിക്കുന്ന വസ്ത്രം ഷെഡ്ഡി ആയിരിക്കും, അണ്ടർവെയർ ആയിരിക്കും അധികം ആൾക്കാരും ധരിക്കുക. പക്ഷെ അപ്പോൾ ബിസ്മില്ല മറക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബിസ്മില്ല മറക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതാണ് ആദ്യം ധരിക്കുന്ന വസ്ത്രം. പിന്നെ അത് നമുക്ക് സമാധാനിക്കാം. പ്രധാനപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തുണി എടുക്കുമ്പോൾ മതി എന്നൊക്കെ ആണെങ്കിൽ വിചാരിക്കാം. പക്ഷെ ഇത് കേട്ട ആരും അങ്ങനെ വിചാരിക്കണ്ട. അല്ലാത്തവർ ചെല്ലണത് അങ്ങനെയാണെന്ന് വിചാരിച്ചോളി. അങ്ങനെയല്ലോ. വേറെയുള്ളവർ ചെയ്യണതിന് നമുക്ക് എന്ത് ന്യായം പറയാം? നമ്മൾ ചെയ്യണതിന് ഒരു ന്യായം പറയാതിരുന്നാൽ മതി. മറ്റുള്ളവർ ചെയ്യണതിന് ഇപ്പോൾ പള്ളിക്ക് ഇങ്ങനെ ജമാഅത്ത് നടക്കുകയാണ്, ലോറിസ്കാരം, ഒരാളതിൻ്റെ മുമ്പ് കൂടെയാണ് നടന്നുപോയി. അതും അവന് അത്യാവശ്യം ഒന്ന് ബാത്റൂം പോകാനുണ്ടായും, അതേക്കാരം പോയതെന്ന് വിചാരിക്കാം. പക്ഷെ ആ പോയ ആൾ നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്. പിറ്റേന്നും അതേ നേരത്ത് ലോറി ജമാഅത്ത് നടക്കുമ്പോൾ മൂപ്പര് പള്ളീൻ്റെ മുമ്പ് കൂടെയാണ് പോയി. അത് ചിലപ്പം വീണ്ടും ബാത്റൂം പോകാനേക്കാരം. ഇന്നലെ മുട്ടി അതേ നേരത്ത് ഇന്നും മുട്ടിയിട്ടുണ്ടാവും. പക്ഷെ രണ്ടാമത്തെ ദിവസം പോയത് നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. ഞമ്മക്കൊരു ന്യായവും ഇല്ല, വേറുള്ളവർക്കെല്ലാം ന്യായം കൊടുക്കണം. നമ്മൾ നേരെ തിരിച്ചുള്ളത്. നമ്മൾ ചെയ്യണതിനൊക്കെ നമുക്ക് ന്യായമുണ്ട്, വേറുള്ളവർക്ക് ഒന്നും ഒരു ന്യായവും അങ്ങനെയാണ് ഉള്ളത്. അപ്പം നമുക്ക് ന്യായീകരിക്കേണ്ട, വേറുള്ളവർക്ക് ന്യായങ്ങൾ കൊടുക്കാം. എല്ലാ വിഷയത്തിലും ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ കാര്യങ്ങൾ വളരെ ഉഷാറാവും. ചെറിയൊരു ശ്രദ്ധ ഒന്നുമില്ല. 350 ഉറുപ്പ്യൻ്റെ ഒട്ടുമാവിൻ്റെ തൈ വാങ്ങിയിട്ട് കൊടുന്ന് കുഴിച്ചിട്ടുണ്ട്, വെള്ളം പാർന്നു കൊടുക്കുമ്പോൾ ഒന്ന് ബിസ്മില്ല. ഇങ്ങനെ ഒരു ശീലമാവണം നമുക്ക്. എല്ലാ കാര്യവും, ഏത് കാര്യവും അങ്ങനെ ചെയ്ത് ശീലമാകുക. കല്യാണം നടക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഇങ്ങനെ മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് വലിയ വലിയ ദാക്കിര്യങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. ദിക്ർ വലിയ പ്രാധാന്യമുള്ളതാണ്. ദാക്കിര്യങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ഖുർആനിലും തിരു ഹദീസിലും ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യം ദാക്കിര്യങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ആലിമ്യങ്ങളോട് ചോദിക്കണം എന്ന് പറയുന്നതിന് പകരം ഒരു കാര്യം അറിയില്ലെങ്കിൽ ദാക്കിര്യങ്ങളോട് ചോദിക്കണം. എന്താ ആലിമും ദാക്കിറും തമ്മിലുള്ള വ്യത്യാസം? വാസ്തവത്തിൽ ദാക്കിർ ആലിമ് തന്നെയാണ്. ഇൽമ് പ്രയോഗത്തിൽ വരുമ്പോഴാണ് ദാക്കിറാകുന്നത്. ബിസ്മി അല്ലെന്ന് അറിയായിട്ടല്ലേ, നമുക്ക് ചെല്ലായിട്ടല്ലേ. അറിവുണ്ടെങ്കിലേ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം ആലിമ് തന്നെയാണ് ദാക്കിറാകുന്നത്. വിവരം തന്നെയാണ് ദിക്റിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് വിവരമുണ്ടായാൽ പോരാ, വിവരം നമ്മുടെ ജീവിതത്തിൽ വരണം. അതിനാണ് നാഫിയ ഇൽമ് എന്ന് പറയാം. ഉള്ള വിജ്ഞാനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഇല്ലാത്ത വിവരങ്ങളെ അല്ലാഹു തആല സാന്ദർഭികമായി നൽകിക്കൊണ്ടിരിക്കും. മന അമില ബിമാ അലിമ ബിഹി, ഒരാൾക്ക് അറിയുന്നത് വെച്ചുകൊണ്ട് ഒരാൾ അമൽ ചെയ്താൽ അല്ലമല്ലാഹു ലഹു മാ ലം യഅലം, അറിയാത്തതിനെ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അറിയുന്ന കാര്യം അമലിലില്ലെങ്കിൽ അറിയുന്നതും മറന്നു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഉള്ള വിവരം വെച്ച് നമ്മൾ അമലുകൾ ചെയ്യാൻ തയ്യാറാവണം. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം.
ബിസ്മിയെ എപ്പോഴും കൂടെ കൊണ്ടിടക്കണം ഏത് കാര്യവും. ഇല്ലെങ്കിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവില്ല. ഫഹുവ അബ്തറു കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. ഖൈർ ബർക്കത്തിനെ തൊട്ട് അത് മുറിഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഖൈർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ബർക്കത്തുള്ള സാധനം കുറേ ആവശ്യമില്ല, ബർക്കത്തുള്ളത് കുറച്ച് മതി. ബർക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. 2 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ട്, 50,000 റുപ്യ കട ഉണ്ട്, 2,500 റുപ്യ ശമ്പളം ഉണ്ട്, ചിലവ് വെച്ചിട്ട് 100 റുപ്യ ബാക്കിയുണ്ട്. ഒന്നിൽ ബർക്കത്തുണ്ട്, മറ്റേൽ ബർക്കത്തില്ല. 10 മക്കളുണ്ട്, ആവശ്യ നേരത്ത് ആരുമില്ല, ബർക്കത്തില്ല. ഒറ്റ കുട്ടിയേ ഉള്ളൂ, എല്ലാറ്റിനും ഓൻ തന്നെ ഉണ്ട്, ബർക്കത്തുണ്ട്. തന്നെ സംഗതി ബർക്കത്തുള്ള സാധനം കുറച്ച് മതി. അപ്പോൾ ബറക്കത്ത് ബിസ്മിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നെ ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അദ്കാറുകളെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത് കാണാൻ പറ്റും. അതിന് വലിയ ഫദീലത്തുണ്ട്, അതിന് വലിയ ഫദീലത്താണ്. അപ്പോൾ വാഹനത്ത് കയറുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു ദിക്റാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു ദിക്റാണ്. വസ്ത്രം ധരിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു ദിക്റാണ്. എല്ലാ ദിക്റുകളും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇല്ലാത്ത അറിയാത്ത ഏത് സന്ദർഭമുണ്ടോ അവിടെ ബിസ്മിയെ ദിക്റായി സ്വീകരിക്കണം. ഈ ബദർ എഴുതുന്ന സമയത്ത് മോയിൻകുട്ടി വൈദ്യർ ആദ്യത്തെ അധ്യായം ഫുള്ളായിട്ടും ബിസ്മിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയണത്. കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വർഗത്തിലെ അനുഭവങ്ങൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ജീവിതത്തിൽ കൊണ്ടു നടക്കണേ എന്ന് സാന്ദർഭികമായി ഉപദേശിച്ചുകൊണ്ട് എല്ലാവരോടും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ദുആ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബാദിഹി തഫറഖൻ മഅസൂമ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ വഅസ്ലിഹ് ദാത ബൈനിനാ വഹ്ദിനാ സുബലസ്സലാമി വനജ്ജിനാ മിനദ്ദുലുമാതി ഇലന്നൂർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആരുടെ എല്ലാം കാരണമാണോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.